നമസ്കാരം. റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രധാനപ്പെട്ട ഭാഗമായ ജനറൽ സയൻസിലെ കെമിസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ ഒന്നാം ഭാഗത്തിന്റെ തുടർച്ചയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആറ്റവുമായി ബന്ധപ്പെട്ട ചില പ്രധാന പോയിന്റ്സ് നമുക്കിവിടെ നോക്കാം. ഒരു മൂലകത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണം ആറ്റമാണ്. ആറ്റം എന്നാൽ ഒരു മൂലകത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണമാണ്. വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റം എന്ന പദത്തിന്റെ അർത്ഥം. ആറ്റം എന്ന പദത്തിന്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റുദർഫോർഡ് ആണ്. റുദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റ്. ഓർബിറ്റ് എന്നാൽ ന്യൂക്ലിയസിനു ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ എന്ന ശാസ്ത്രജ്ഞനാണ് ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചതും ജോൺ ഡാൾട്ടൺ ആണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് തെളിയിച്ചതും ജോൺ ഡാൾട്ടൺ ആണ്. ഒരു മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഒരു മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസണും പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡും ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കുമാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റുദർഫോർഡ് ആണ്. റുദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ ആണ്. നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോണുമാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റ് എന്നത് തന്മാത്രയാണ്. തന്മാത്ര എന്നാൽ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന യൂണിറ്റ് ആണ്. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നാണ് തന്മാത്രകൾ അറിയപ്പെടുന്നത്. തന്മാത്രകൾ പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റത്തിലെ ന്യൂക്ലിയസിലുള്ള മൗലിക കണങ്ങൾ പ്രോട്ടോണും ന്യൂട്രോണുമാണ്. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണുമാണ് ഉള്ളത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്നാൽ ആറ്റോമിക നമ്പറാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്നാൽ ആറ്റോമിക നമ്പറാണ്. ആ മൂലകത്തിന്റെ ആറ്റോമിക നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പർ എന്നാൽ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ. ഫ്രാൻസിയം എന്ന റേഡിയോ ആക്റ്റീവ് മൂലകത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും വലിപ്പമുള്ളത്. ഏറ്റവും വലിപ്പമുള്ള ആറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിയമാണ്. ഫ്രാൻസിയം എന്ന റേഡിയോ ആക്റ്റീവ് മൂലകത്തിന്റെ ആറ്റത്തിനാണ് ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഐസോബാറുകൾ ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. ഐസോബാറുകൾ, ഐസോടോപ്പുകൾ, ഐസോടോണുകൾ തമ്മിൽ മാറിപ്പോകാണ്ട് സൂചിക്കും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. എന്നാൽ വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ എന്നാൽ വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. ശ്രദ്ധിക്കുക, ഐസോടോണുകൾ എന്നാൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ.
വ്യത്യസ്ത മാസ് നമ്പറുകളും ഒരേ ആറ്റോമിക സംഖ്യയുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളാണ് ഐസോടോണുകൾ. Subscribe for more videos. To get instant notification for new videos, click on the bell icon.